ഹലോ പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചോക്ക് കാർവിംഗ് ആണ് കേട്ടോ. ഒരു നല്ല അടിപൊളി ചോക്ക് കാർവിങ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമ്മളൊരു ചോക്ക് എടുത്തിട്ടുണ്ട്. അതിൽ പെൻസിൽ വെച്ച് നമ്മൾ വേണ്ട രീതിയിലൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് കാർവിംഗ് നൈഫ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. തെർമോകോൾ കട്ട് എന്ന ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇത് ചുരണ്ടി എടുക്കുന്നത്. ഏകദേശം 2 സൈഡും കൂടെ ചുരണ്ടി എടുത്തിട്ട് അതിലാണ് നമ്മൾ പേരെഴുതാൻ പോകുന്നത്. ലവ് എന്നാണ് നമ്മൾ ഇതിൽ എഴുതാൻ ശ്രമിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഓരോ ലെറ്ററും എഴുതാനുള്ള 4 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത് കറക്റ്റായിട്ട് അതിൽ എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരെണ്ണം റെഡിയാക്കി പൂർത്തിയാക്കിയതിന് ശേഷം അത് പൊട്ടിപ്പോയി. രണ്ടാമതൊരെണ്ണം ഉണ്ടാക്കിയെടുത്തു, അതും പൊട്ടിയിട്ടുണ്ട്. ഇത് 3ാമത് നമ്മൾ ചെയ്തെടുത്തതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം പൊട്ടിയപ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളും ഒക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് മെല്ലെ അത് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചിരണ്ടി എടുത്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കുറച്ച് സമയം എടുത്ത് ചെയ്തതാണ്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുകയും കൂടി ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചെടുക്കുക കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ലെറ്റർ റെഡി ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി അതിൻ്റെ സൈഡ് ഭാഗങ്ങളും അതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് കുറച്ചുകൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട്. എന്നിട്ട് നമ്മൾ അതൊക്കെ ഒന്ന് മിനുസപ്പെടുത്തി എടുക്കും. അത്ര ഇതിൽ ചെയ്യുന്നുള്ളൂ. ഏകദേശം ഇത് നല്ല രീതിയിൽ തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ട് ഇതുപോലെ ഇനി നമ്മളെല്ലാം കൂടി ഒന്ന് മെല്ലെ ഒന്ന് ചെത്തിയെടുത്ത് മിനുസപ്പെടുത്തി എടുക്കാനുള്ളൂ. സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് റൗണ്ടാക്കി കൊടുത്തിട്ട് ഓരോ ലെറ്ററിൻ്റെ ഭാഗങ്ങളും ഒക്കെ ഒന്ന് റൗണ്ടാക്കി കൊടുത്തിട്ട് ഒന്ന് മിനുസപ്പെടുത്തി എടുക്കുക. അത്രേ നമ്മളിതിൽ ചെയ്യുന്നുള്ളൂ. ഏകദേശം ഇതുപോലെ പേപ്പറൊക്കെ ഒന്ന് ഇട്ടിട്ട് മൊത്തത്തിലൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ക്രാഫ്റ്റ് ബോട്ടിലേക്ക് എടുത്തിട്ട് അതിലെ കോർക്കിൽ ഇത് വെച്ച് ഒട്ടിച്ചിട്ട് നമ്മളത് ഒരു ബോട്ടിലിൽ ആക്കി സൂക്ഷിക്കുന്നതായിരിക്കും നല്ലത്. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റും പേരെഴുതിയിട്ട്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതായതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. ഏകദേശം നമ്മളൊരു ബോട്ടിലാക്കിയിട്ടുണ്ട്. നല്ല ഭംഗിക്കും വൃത്തിക്കും തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്കിത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷം നമുക്കുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. എന്നിട്ട് കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും വരേക്കും എല്ലാവരോടും ഞാൻ ബൈ പറയുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.